എല്ലാം കറക്റ്റ് അല്ലേ? ആ, എന്തായാലും അടുക്കളയിലൊന്നുമില്ല. അതെ മോളെ, അവിടെ ചെന്ന് ഇതൊക്കെ ഇറക്കി വെക്കലും അത്യാവശ്യം വേണ്ടി വന്ന വിളമ്പി കൊടുക്കാനൊക്കെ ആളുകൾ വേണ്ടി വരില്ലേ? ഞങ്ങളോട് വരാം. അയ്യോ, അത് വേണ്ട അച്ഛാ. രണ്ടുപേരെങ്കിലും സഹായത്തിന് കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ അയാളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാള് പറഞ്ഞത് അതോടെ നമ്മളോട് വിളിച്ചോളാനാ. ഞാൻ അതോടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ മോൾ ഉൾപ്പെടെ 3 പേര്. അപ്പോ ഒരു 3 പറയുന്ന ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ. അതിന് 4ാമതൊരാൾ കൂടെ ഉണ്ടല്ലോ. പോവാം. എങ്ങോട്ട്? താൻ ഭക്ഷണം കൊടുക്കാൻ പോകുന്ന സ്ഥലത്തേക്ക്. അയ്യോ, അവിടെ വരുൺ വരണ്ട. അതെ, ഈ നാട് ചുറ്റിക്കറങ്ങി താൻ ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോ എന്നോട് വരണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വന്നില്ലല്ലോ. ഇതിപ്പോ ദൂരേക്കല്ലേ, അവിടെ ഇപ്പൊ എന്താ കുഴപ്പം? എത്ര ദൂരെ ആയാലും അവിടെ മോനെ അറിയുന്ന ആളുകൾ കാണില്ലേ? ആ, അതിനിപ്പോ എന്താച്ചാ, ഏത് തൊഴിലിനും അതിൻ്റെതായ അന്തസ്സില്ലേ? ഇതിപ്പോ രാധിക ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതൊക്കെ ഒരുപോലെ തന്നെയല്ലേ? മോനെ, പറയുന്നത് മനസ്സിലാക്ക്. മോന്റെ ആത്മാർത്ഥത ഞങ്ങക്ക് മനസ്സിലാവും. എന്റെ പൊന്നമ്മേ, ആദ്യം ഞാൻ ഇവിടുന്ന് വിദേശത്ത് പഠിക്കാനൊക്കെ പോയില്ലേ? അപ്പോഴൊന്നും ഞാൻ വീട്ടിലെ ക്യാഷ് വാങ്ങിച്ചല്ല പഠിച്ചിരുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് അവിടുത്തെ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നു. അതും ഒരു റെസ്റ്റോറൻറ്റിൽ. അവിടെ മേശ തുടക്കുകയും പ്ലേറ്റ് എടുക്കുകയും എല്ലാം ചെയ്യണമായിരുന്നു. അന്ന് എനിക്കൊരു മാനക്കേട് തോന്നിയിട്ടില്ലല്ലോ. അത് വിദേശത്തല്ലേ? അതെ, വിദേശത്തായാലും ഇവിടെ ആയാലും മേശ തന്നെയല്ലോ അമ്മേ. വരുൺ പറയുന്ന കേക്ക്. എടോ, താൻ ഒരു സംഭവം ചെയ്യുന്നു, ഞാൻ തനിക്ക് ത്യാഗം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. അങ്ങനെയൊന്നും അല്ല. തൻ്റെ കൂടെ വരുന്നതും ഇത് കൊണ്ട് കൊടുക്കുന്നതും ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി തന്നെയാ. എന്താ അച്ഛാ ചെയ്യണ്ടേ? അല്ല മോളെ, മോനിങ്ങനെ നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് അച്ഛൻ സമ്മതിച്ചു. ഇനി താനായിട്ട് എതിരൊന്നും പറയണ്ട, നടക്കില്ല. തന്റെ ഫോണിലെ കോള്. അവരെ വിളിക്കുന്നു. എടുക്കൂ. ഹലോ, നിങ്ങൾ ഫുഡുമായിട്ട് ഇറങ്ങിയോ? ഇല്ല, എല്ലാം റെഡിയായി. ഇപ്പൊ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഞാനൊന്ന് വിളിച്ചു ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ അയച്ച ലൊക്കേഷൻ കിട്ടിയല്ലോ അല്ലേ? ആ, കിട്ടി. ആ, അതിന്റെ തൊട്ടടുത്ത് തന്നെയാ. അതിന്റെ അടുത്ത് വരുമ്പോ ഞാൻ ആരെങ്കിലും അവിടെ നിർത്താം. ആ, ശരി സാർ, ആയിക്കോട്ടെ. സാർ, ഇത് കല്യാണം മറ്റോ ആണോ? അതെല്ലാം ഇവിടെ വന്നിട്ട് കാണാലോ. നിങ്ങൾ പുറപ്പെടു. ശരി സാർ, ഓക്കെ. പോ. കല്യാണമാണെന്ന് ചോദിച്ചപ്പോഴേ അവിടെ ചെന്നിട്ട് കാണാന്നാ പറയുന്നത്. അതെന്താ അങ്ങനെ? എടോ, കയ്യിലെ കാശ് അഡ്വാൻസ് തന്നിട്ട് തന്നെ പറ്റിക്കാനൊന്നും ആവില്ല. നമുക്ക് എന്തായാലും പോവാം. ചേട്ടാ, വണ്ടി എടുത്തോ, നമ്മുടെ പുറകെ വന്നാ മതി. പോ. ശരി. മോള് നല്ല പ്രതീക്ഷയില്ല. ഇത്രയും വലിയൊരു ഓർഡർ വന്നത് ആ പ്രതീക്ഷയ്ക്ക് ഒരു ജീവൻ വെച്ചു. ആർക്കറിയാം അവരുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര ഇതായിരിക്കുമെന്ന്. എന്തായാലും നടക്കട്ടെ, നല്ലതേ വരും.